ഇവളുമാര് ഇവിടെ പോയി കിടക്കണേ. ഡി വാടി വാടി ചിന്നുവേ പിങ്കി വന്നാടിയേ. അള്ളേ സെറ്റപ്പ് അണ്ണാ വാണ്ണ അണ്ണാ അടിപ്പോ. ശ്രീകുട്ടി മാമി മാമൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇതാണത് ഇതെന്റെ ഭാര്യ ശ്രീകുട്ടി. ഭാര്യ ശ്രീകുട്ടിയാ? ആണത് അതിവിടെ വാടക വെച്ച സ്ത്രീക്കുട്ടി. അതെ മാമ, കുറച്ചു നേരമ്പേ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ഫ്രഷായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. താലിയുണ്ടോ? അന്ന് എന്തോന്നാ പറയണത്? ചുമ്മാ തമാശ കളിക്കല്ലേ. സത്യമായിട്ടും അല്ല, നിനക്കിതെല്ലാം മനസ്സിലായി, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. പിന്നെ അകത്തോട്ട് കയറി വാ, ആരതി വെച്ച് ഉഴിയാം എന്നൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ വിചാരിച്ച കാർ മേടിക്കാൻ പോയെന്നല്ലേ, കല്യാണം കഴിക്കാൻ പോയെന്നാണോ ഞാൻ വിചാരിക്കണത്. അല്ലേലും ഇതൊക്കെ പറഞ്ഞിട്ടാണോ പോയി ചെയ്യുന്നത്? പിന്നെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. നിങ്ങൾ വീട് കുത്തി തുറക്കാൻ പോണ കൊള്ളാണ്. എന്നാൽ എന്റെ അടുത്തൊരു വാക്ക് പറയാതെ പൊക്കളഞ്ഞല്ല, തെറ്റായി പോയട്ടാ. എന്ത് തെറ്റ്? പ്രായപൂർത്തിയായ രണ്ടുപേരും തമ്മിൽ രജിസ്റ്റർ മാരേജ് ചെയ്യണ അത്ര വലിയ തെറ്റാണോ? തെറ്റാണോ? നിയമം ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. ദേ കളവാ, നിയമം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഒന്നും ചെയ്യല്ലെന്ന് പോലീസുകാർ പിടിച്ചു തൂക്കും. ഓ, പോലീസ് ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ പേടിയാണ്, എനിക്ക് പേടിയൊന്നുമില്ല കേട്ടാ. അയ്യോ, ഞാൻ ആരതി വിഴിഞ്ഞല്ല, ഇത് എവിടെ വെക്കണം നോക്കിയാണ്. പിടിയടി, നിന്റെ അമ്മയെ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയല്ലേ? ഞാൻ അറിഞ്ഞില്ലടി. കാണിച്ചരാടി. ഇവളെ എനിക്കൊന്ന് കാണേണ്ടി വരും. ചാടി പുറപ്പെട്ടൊന്നും ചെയ്യരുത്, പറഞ്ഞു കേട്ടല്ലോ. പിങ്കി മോളെ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞാന് ഈ കുഞ്ഞു പ്രായത്തില് എന്നെ കൊണ്ട് ഇത്രയും വലിയ പണികൾ ചെയ്യിപ്പിക്കില്ലേ? തീയെ കാണാൻ കുഞ്ഞി കുഞ്ഞി തീരുമ്പോ പറയണേ. പറയാ. എന്തോ മംഗളം പവതു. ആരതി ഒഴിഞ്ഞത് കണ്ടില്ലേ? ഓഹോ, ഒഴി. ആരതയാ ആതിരയാ അഞ്ജലിയാ ഒക്കെ എടുത്ത് ഒഴി. നിങ്ങളൊക്കെ പോറ്റക്കെട്ടി. ഇവക്കതെന്ത് പറ്റി? അവക്കൊന്നും പറ്റില്ല അണ്ണാ. അണ്ണാനും മിക്കവാറും പറ്റും. അവള് മിക്കവാറും ഇപ്പൊ നിങ്ങൾ അനിയത്തിയെ വിളിച്ചു പറയും, നിന്റെ അമ്മ. അയ്യോ, ആ അപ്പൊ അറിയോ? അപ്പൊ അല്ല പറഞ്ഞാലും എന്താ കുഴപ്പം? കല്യാണം കഴിഞ്ഞില്ലേ? അതെ, സൂപ്പർ. കല്യാണം കഴിഞ്ഞു. അണ്ണാ, ഈ പുലിനട നിങ്ങോട്ടൊരു എത്ര മണിക്കൂർ എടുക്കണം? അതിപ്പോ ഒരു 2-3 മണിക്കൂറെങ്കിലും എടുക്കില്ലയോ? എന്നാ നമുക്ക് പെട്ടെന്ന് പോയി പാക്ക് ചെയ്യാടി. എന്തിന്? ഒന്നിനുമില്ല. ആഗ്രഹിക്കാൻ പറ. പിന്നെ മാമ ഞങ്ങളെ അനുഗ്രഹിക്കണം. എനിക്ക് അനുഗ്രഹിക്കുന്ന താല്പര്യം ഉണ്ട്, പക്ഷെ നിന്റെ തന്ത അറിഞ്ഞുണ്ടല്ലേ എന്നെ വെട്ടി കൊല്ലും. ഇപ്പൊ ഞങ്ങൾ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ വെട്ടിക്കൊല്ലും. സത്യവാ. അല്ല, ഞാൻ അനുഗ്രഹിക്കാം. പിന്നെ ഇത് ആരോടെയും പറയല്ലേ, പ്രത്യേകിച്ച് നിന്റെ തന്ത ഭാർഗവം പിള്ളേരുടെ ഇല്ല. ഏറ്റല്ലേ? ഇങ്ങോട്ട് മതി. വലത് കാല് വെച്ച് കയറി. വിളക്കില്ല, ഇത് വെച്ച് തൽക്കാലം നീ അതുകൊണ്ട് പുറത്തോട്ട് പോ. ഇങ്ങോട്ട് മാറിയില്ല മക്കളെ. വലത് കാല് എന്നെ തള്ളി ഇങ്ങോട്ട് ഞാൻ കേറട്ടെ ആദ്യം. കേറ്. ഞാൻ മന്ദബുദ്ധി കാറും കൊണ്ട് വരും വിചാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നിന്റെ കല്യാണം കഴിച്ചോണ്ട് വന്നേക്കണം. നല്ല കോമഡി. പിന്നെ നിങ്ങളൊക്കെ കൂട്ടു നിന്നോണ്ട് കാര്യം ഓക്കെ ആയല്ലോ അല്ലേ? അത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അങ്ങ് വിടണില്ല. അത് ഞാൻ വിടൂല, നിങ്ങൾ എന്നെ തേച്ച് അത് ഞാൻ മറക്കൂല. നീ വിജയകാലം നമുക്കതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഓ, നല്ല അഭിനയം കേട്ടോ രണ്ടുപേരും. അപ്പച്ചി അതൊക്കെ വിട്ടുകളാ. മാമി പാവാണ്. എന്റെ അമ്മയെ ഞാൻ വിളിക്കട്ടെ, ഇതെല്ലാം എനിക്ക് പറഞ്ഞു കൊടുക്കണം. നീ ഇപ്പൊ പറഞ്ഞ അടക്കം. ഈ പിള്ളച്ചേട്ടൻ ഇത് അറിയുകയാണെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്തായാലും അണ്ണ എന്റെ അടുത്തൊരു വാക്ക് പറയാറ്.
എന്റെ അടുത്ത് പറയാൻ പറ്റാത്ത അങ്ങനെ എന്തോ ചിന്നു മാറട്ടെ. ചുമ്മണ്ടേ എനിക്കൊന്നും സംസാരിക്കാനില്ല. അണ്ണ എന്റെ അടുത്ത് മിണ്ടണ്ട. എന്തോന്ന് പണിയാണ് കാണിച്ചത്? അല്ലെങ്കിൽ എല്ലാം വന്ന് എന്റെ അടുത്ത് പറയാനാണ്. ഇങ്ങനെ ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ അത് ഒരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു. പറഞ്ഞില്ലല്ലോ, മോശമായി. അല്ല, നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. ഇതിപ്പോ ഒരുപാട് കാലമായിട്ട് എന്നെയും കാത്തിരിക്കുന്നുള്ള ഇവളെ എങ്ങനെ കളയാൻ എനിക്ക് പറ്റത്തില്ല. മാക്കു, നമ്മളെ അംഗീകരിക്കുന്ന വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് നമുക്ക് ജീവിക്കാം. മാക്കുവിന് അറിയാലോ എനിക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ലെന്ന്. മാക്കു എന്നെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് കുറെ ബന്ധുക്കളെയൊക്കെ കിട്ടുന്ന ഞാൻ വെറുതെ സ്വപ്നം കണ്ടു. ഇവരെ ആരെയും ബുദ്ധിമുട്ടിച്ചോണ്ട് നമുക്ക് ഇവിടെ നിക്കണ്ട. ആ മാക്കു, നമുക്ക് പോവാം. അല്ല, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ ഇറങ്ങാം. ഇറങ്ങാം. അല്ല, ശരിയാവില്ല. എടി പറയടി ചിന്നു, വിളിയടി തിരിച്ച്. വേണ്ട വേണ്ട, മണിക്കുട്ടാ, ഇറങ്ങ. മണിക്കുട്ടോ, ആ, എടാ, നിന്റെ കല്യാണം കഴിയുന്നത് കാണാൻ ആഗ്രഹിച്ച് നടന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ നീ ഞങ്ങളടുത്ത് ഒരു വാക്ക് പോലും പറയാതെ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നത് വളരെ മോശമായി. ശരിയല്ല. അന്ന് അണ്ണന്റെ പണക്കമൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത്? ആ അണ്ണൻ തന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചത്. അല്ല, അത് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ആരും പറയാതെ പോയി രജിസ്ട്രാരി കഴിച്ചല്ലേ? ആ, അണ്ണൻ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്തതുള്ളൂ. ഇങ്ങോട്ട് നോക്ക്, പോട്ട്. പിണക്കൊന്നും വേണ്ട. ഓക്കെ അണ്ണ ചേട്ടത്തി കൊള്ളാട്ടാ, സൂപ്പറാണ്. അല്ല, അത് എന്റെ സെലക്ഷൻ അല്ലേ, പിന്നെ എങ്ങനെ നന്നാകും? അല്ല, നന്നാകാതെ ഇരിക്കും. അതും പോയോ? നന്നാകും. എങ്ങനെ എന്റെ സെലക്ഷൻ അല്ലേ നന്നാവും. എന്റെ സെലക്ഷൻ അല്ലേ നന്നാവും. അങ്ങനെ അത് ശരിയാ. അണ്ണൻ കംപ്ലീറ്റ് ആയിട്ട് പോയി നിൽക്കുകയാണല്ലേ, മനസ്സിലായി? മണി എങ്ങനെ ഹാൻഡിൽ ചെയ്യും? വലിച്ചോ വലിച്ചോ. അല്ല, മണിയുടെ അടുത്ത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കാം. പക്ഷെ അച്ഛൻ്റെ അടുത്ത് എങ്ങനെയാ? അത് ആലോചിക്കും, എന്റെ ശരീരം തളരുകയാടാ. അതിന് പറ്റിയ ഒരാളുണ്ടെന്നാ. ആര്? ഞാനാ?